الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. നമ്മുടെ കാര്യങ്ങളിലൊക്കെയും അല്ലാഹു തആല ഫത്ഹ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാത്തിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും മോചനവും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നട്ടുച്ച നേരത്തുള്ള നിസ്കാരം പാടില്ലെന്നുള്ളത് പറഞ്ഞിരുന്നു. മക്കത്തേക്കല്ലാത്ത മറ്റു നാടുകൾക്കാണ് അത് ബാധകം എന്നും പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാൾ ഏറെ ഗൗരവതരമായി നമ്മളൊരു സമയത്തെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് മക്കത്തേക്കും മറ്റുള്ള നാട്ടിലേക്കും ബാധകമാണ്. ആ ഒരു നേരത്ത് നിസ്കരിക്കുന്നത് ഹറാമാണെന്ന് മാത്രമല്ല, അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം പരിഗണിക്കപ്പെടുകയുമില്ല. അങ്ങനത്തെ ഒരു ടൈമുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ولو فائتة بغير عذر عند جلوس الخطيب على المنبر. ഖത്തീബ് മിമ്പറിൽ ഖുതുബക്ക് കയറിയ സമയം, ഖത്തീബ് മിമ്പർമേലുള്ള സമയം, ആ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിന്റെ വിധി എന്താ? തഹ്റുമുസ്സലാ, നിസ്കാരം ഹറാമാണ്. ആ സമയത്ത് നിസ്കരിച്ചാൽ കുറ്റം കിട്ടും. ഈ നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന ഒരു പരിഗണിക്കപ്പെടുന്ന നിസ്കാരമാവും. അത് നിസ്കാരമായിട്ട് പരിഗണിക്കുകയില്ല. ഒരു ഉപാധിയും ആ വിഷയത്തിലില്ല. എന്ന് വെച്ചാൽ ഫർളൻ കാനത്ത് ഔ നഫ്ലൻ, ഈ നിസ്കരിക്കുന്ന നിസ്കാരം ഫർളായ നിസ്കാരമാണ് എന്നാലും പരിഗണിക്കൂല, സുന്നത്തായ നിസ്കാരമാണ് എന്നാലും പരിഗണിക്കൂല. ഇനി ഒന്നും കൂടി കടന്നു പറഞ്ഞാൽ വലോ ഫാഇതതന്റെ ഗൈരി ഉദ്രിൻ, കാരണമേതുമില്ലാതെ നഷ്ടപ്പെട്ടു പോയ ഖളാആയി പോയ നിസ്കാരമാണ് ഈ നിസ്കരിക്കുന്നത്, എന്നാൽ പോലും പരിഗണിക്കപ്പെടില്ല. സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച രാവിലെ ഒരാളുടെ സുബഹി ഖളായി പോയി, ഉറങ്ങിയത് എന്തേ ഉറങ്ങിപ്പോയത്? അനിയന്ത്രിതമായ ഉറക്കം വന്നിട്ടല്ല, ഇന്നലെ പറഞ്ഞ പോലെയുള്ള ആ അവസ്ഥയല്ല. ആ സമയത്ത് ഓന് മൊബൈലില് എന്താ പറയാ, ഒത്തി മൊബൈലിൽ കളിച്ച് തോണ്ടി ഇങ്ങനെ നേരം പോയി. 1 മണി 2 മണിയൊക്കെ അങ്ങനെ ഉറങ്ങി. ആ ഉറക്കിൽ അങ്ങനെ അങ്ങ് സുബഹി ഖളായി മാറി. ഇത് കാരണത്തോടു കൂടിയുള്ള ഖള ആകലാണോ, കാരണം ഇല്ലാത്ത ഖള ആകലാണോ? ഇവന്റെ വീഴ്ച ഉള്ളത് കൊണ്ട് അത് കാരണം ഇല്ലാതെ ഖള ആയതാണ്, കുറ്റം കിട്ടുന്ന ഖള ആണ്. ഈ ഖള സുബഹി നിസ്കരിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെ ഓം വിചാരിക്കുകയാണ്, ഞാൻ സുബഹി നിസ്കരിച്ചിട്ടില്ലല്ലോ, എന്റെ സുബഹി ഖളാ ആണല്ലോ, ഞാൻ ആ ഖളാവും വെച്ചുകൊണ്ട് ഞാൻ ജുമഅക്ക് പങ്കെടുക്കൽ എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് ഖളാവ് വേഗം വീടട്ടെ എന്ന് പറഞ്ഞ് അവൻ ഖുതുബന്റെ സമയത്ത് ഖത്തീബ് മിമ്പറിൽ ഇരിക്കവേ ഇവൻ പോയിട്ട് ആ സുബഹി ഖളാ വീട്ടിയാൽ എന്താ മാതിരി? അതാ പറയുന്നത് ഓലോ ഫാഇതതൻ ബിഗൈരി ഉദ്രിൻ, കാരണമേതുമില്ലാത്ത നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ ആയ നിസ്കാരമാണ്, എന്നാൽ പോലും ആ സമയത്ത് നിസ്കരിക്കുന്നത് ഹറാമുമാണ്. നിസ്കരിച്ചാൽ അത് പരിഗണിക്കപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ എന്റെ ഖളാ കൂടൂല, പിന്നെ ഈ സുബഹി വന്നാക്കേണ്ടി വരും, പിന്നീട് വേറെ ഖളാ കൂട്ടേണ്ടി വരും. ഈ സമയത്ത് നിസ്കരിച്ച നിസ്കാരം തന്നെ കൂട്ടൂല. എത്ര കടുപ്പുണ്ടത്! ഒന്നുകൂടി പറയട്ടെ, എപ്പോഴാണ് ഇത് നിസ്കാരം ഹറാമ് ആകുന്നത്? ഇന്ദ ജുലൂസിൽ ഖത്തീബി അലൽ മിമ്പർ, ഖത്തീബ് മിമ്പർമേലായിരിക്കവേ. വഇല്ലം യശ്റഅ ഫിൽ ഖുതുബ, ഖുതുബ തുടങ്ങിയിട്ടൊന്നുമില്ല, കേറി ഇരുന്നിട്ട് ഖുതുബ തുടങ്ങല് മിമ്പർമ കയറി ഇരുന്നതിന് ശേഷം പിന്നെ മുഖ്കരിച്ച് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അതിന്റെ ദുആ കഴിയും. എന്നിട്ട് പിന്നെ കള്ളി എണീച്ചു വെക്കുള്ളൂ. ഖത്തീബ് മിമ്പറിലാണ്, പക്ഷെ ഖുതുബ തുടങ്ങിയിട്ടില്ല. എങ്കിൽ പോലും ആ സമയത്തുള്ള നിസ്കാരം ഹറാമാണ്. നിസ്കരിച്ചാൽ ആ നിസ്കാരം ആവുകയേ ഇല്ല. എത്ര കടുപ്പുണ്ട് ആ വിഷയം! സവാഉൻ ഫീ ദാലിക ഹറമു മക്ക വ ഗൈറുഹു,
ഈ വിഷയത്തിൽ മക്ക ഹറമും അല്ലാത്ത നാടും എല്ലാം സമം തന്നെ. മക്കത്താണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇളവില്ല. സാധാരണ നട്ടുച്ച നേരത്ത് മറ്റ് നാടുകളിലൊക്കെ സാധാ സുന്നത്ത് നിസ്കാരം ഹറാമാണെന്ന് പറഞ്ഞു, അത് മക്കൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു. ഹറമിലാണെങ്കിൽ ഏത് ടൈമിൽ നമുക്ക് നിസ്കരിക്കാം, അവിടെ വിലക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയം ഹറമിലും വിലക്ക് തന്നെയാണ്. ഖത്തീബ് മിമ്പറിൽ കയറിയ പിന്നെ മക്കത്താണ്, കഅബത്തിന്റെ മുറ്റത്താണെങ്കിൽ പോലും നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിച്ചാൽ അത് നിസ്കാരം പരിഗണിക്കപ്പെടുകയും ഇല്ല. പല നാടുകളിലും ഉണ്ട് ചില ആളുകൾക്കുള്ള അസുഖം. വൈകിട്ട് ജുമയ്ക്ക് വരാം, വന്നിട്ട് ആളൊക്കെ കുത്തുബ കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നിട്ടുണ്ടാവും, തയ്യാറായിട്ട് ഇരുന്നിട്ടുണ്ടാവും. മൂപ്പര് വേഗം വന്നു. മൂപ്പർക്ക് ബാക്കിലൊന്നും ഇരുന്ന ഇരുത്തം കൊണ്ടുമില്ല, മുന്നിലേക്ക് തന്നെ വരണം. കാരണം കാര്യപ്പെട്ട ആളാണല്ലോ. ചാടിക്കടന്ന് മുന്നിൽ വന്ന് അപ്പുറം ഇരിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി സ്ഥലം ഉണ്ടാക്കി അങ്ങോട്ട് കൈകെട്ടല്ലോ. ഖത്തീബ് മിമ്പറിൽ ഖുത്ബോധം കയറിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ പാടില്ല. ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ ശമ്പളം കൊടുത്തിട്ട് നിൽക്കുന്ന ആളല്ലേ, പൊയ്ക്കൊന്നും എന്നാൽ പോകേണ്ട ആളല്ലേ. ഈ ഒരു ചിന്താഗതിയാണ് ഈ ഖുത്ബയിൽ ഉണ്ടാകുന്ന ആ ഒരു ഖുത്ബ എന്ന ഇബാദത്തിന്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. ഖുത്ബന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഖുത്ബ എന്ന് പറഞ്ഞാൽ കേവലം പ്രസംഗമൊന്നുമല്ല, മീറ്റിങ്ങിൽ പ്രസംഗിക്കും പോലെ ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും പോലെയുള്ള പ്രസംഗമൊന്നുമല്ല. ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയം. അതുകൊണ്ടാണ് ഈ നിയമം. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ അത് പിന്നെ ഈ നിസ്കാരം സ്റ്റോപ്പാണ്. ഫർള് നിസ്കാരം സ്റ്റോപ്പാക്കണം, സുന്നത്ത് കറവതൊന്നും പറ്റില്ല. ചില ആളുകൾ കൈയൊക്കെ പൊന്തിച്ച് ഭയങ്കര കുഴുത്തൊക്കെ ഓതിയിട്ട് ആളുകളൊക്കെ അത് അറിയും, എന്നാലും വേണ്ടില്ല. മൂപ്പരുടെ ആത്മാർത്ഥതയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അയാള് നട്ടുച്ചക്കാണെങ്കിൽ പോലും സുബഹി ഖളാ വീട്ടാന്ന് അത് ആൾക്കാർ അറിഞ്ഞാലും കുഴപ്പമില്ല, അത്രയും നല്ല പടുങ്കുപോലത്തെ മനുഷ്യനാന്നാ പറയാം. പക്ഷെ ഈ പണി പാടില്ലാത്തതല്ല, തെറ്റായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു പണിയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇനി ആർക്കെങ്കിലും ഇളവുണ്ടോ എന്ന് ചോദിച്ചാൽ, ഖുത്ബന്റെ സമയത്ത് ഒരാൾക്ക് നിസ്കരിക്കുന്നതിന് വല്ല ഇളവോ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? ഉണ്ട്. ഒരാൾക്ക്. ആ ആളാരാണെന്നാ പറയുന്നത്? ഒരിക്കലും ജുമഅക്ക് വൈകി വരാൻ പാടില്ല, നേരത്തെ വന്നിട്ട് ഇരിക്കണം ജുമഅക്ക്. അതാണ് അതിന്റെ മര്യാദ. പള്ളിക്കുള്ളിൽ അന്നേരത്ത് കയറി വന്ന ആ സമയത്ത് പ്രവേശിച്ച ആൾക്ക് ഒഴിവുണ്ട്, അയാൾക്ക് ആ സമയത്ത് നിസ്കരിക്കാം. പക്ഷേ രണ്ടേ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ലാക്കിൻ യജിബു അലൈഹി, അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. തഖ്ഫീഫുഹ, ആ രണ്ട് റക്അത്തിനെ തന്നെ വളരെ ലഘുവായി നിസ്കരിക്കണം. ദൈർഘ്യമായ നിസ്കാരം പറ്റില്ല. വേഗം എന്ത് ചെയ്യണം? വേഗം ഒരു ലഘുവായ രണ്ട് റക്അത്ത് മാത്രം. ഏതാണ് ഈ രണ്ട് റക്അത്ത്? പള്ളിയിൽ കടന്നാൽ നമ്മൾ പള്ളിക്ക് കൊടുക്കേണ്ട ഒരു ഹക്ക്, അള്ളാഹുവിന്റെ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട ഭൂതലത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഒരു മുസൽമാന് ബാധ്യതയായി വരുന്ന ഒരു കാര്യമുണ്ട്. എന്താ? തഹിയ്യത്ത് നിസ്കാരം. പള്ളിക്കുള്ള കാഴ്ച, പള്ളിക്കുള്ള കാണിക്ക, പള്ളിക്കുള്ള നമ്മുടെ ഒരു കടപ്പാട്. അതെന്താ? തഹിയ്യത്ത് നിസ്കാരം, രണ്ട് റക്അത്ത്. ഈ നിസ്കാരം മാത്രമാണ് ആ സമയത്ത് അനുവദിക്കപ്പെട്ടത്. ആ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വേഗം നിസ്കരിക്കണം. വേഗം തന്നാല് ഫാത്തിഹയൊക്കെ തെറ്റി ചോദിച്ചിട്ട് പടപടാന്ന് പറഞ്ഞു അങ്ങനെയല്ല. ദൈർഘ്യമേറി ഓരോന്റെ വജ്ജഹത്തും ഫാത്തിഹയും വലിയ സൂറത്തും ഒക്കെ ഓതി അങ്ങനെയുള്ള ഒരു ആക്കമ്പാടിയുള്ള നിസ്കാരമല്ല, വേഗം നിസ്കരിക്കണം. അങ്ങനെ ഒരു രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം മാത്രമാണ് ആ സമയത്ത് കടന്നു വന്ന ആളുകൾക്ക് അനുവദിക്കപ്പെട്ടത്. ഇനി ഖുതുബന്റെ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ തന്നെ ആചാരക്കാക്ക നേരം വൈകി വരികയാണെങ്കിൽ അത് അതിലേറെ തെറ്റാണ്. ഇങ്ങനെ ഒരു തഹിയ്യത്ത് നിസ്കാരം ഇളവുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആളുകളൊക്കെ ഇരിക്കുന്ന രൂപത്തിൽ കാണെ ഞാൻ നിസ്കരിക്കണം എന്നുള്ള ചിന്താഗതിയിൽ വരുന്ന ആളുകൾ, അതൊക്കെ മഹാ തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നേരത്തെ വരിക, ഫർളത്ത് ഖളാ വെക്കാനുണ്ടെങ്കിൽ ലേഖം നിസ്കരിച്ചിട്ട് ഖുതുബന്റെ മുമ്പേ അതൊക്കെ തീർത്തു വെക്കുക. ഫർള് ഖളാ ഇല്ലാത്ത ആളുകൾ റവാത്തിബ് നിസ്കരിക്കാനുണ്ടാവും. അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ നിസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിസ്കരിച്ച് ഖുർആൻ ഓതി അൽക്കഹഫ് ഓതി സലാത്തും ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന കാത്തിരിക്കണം ഖത്തീബിനെ. അങ്ങനെ ആ ഖത്തീബ് മിമ്പറുമ കയറിയാൽ പിന്നെ അതിലേക്കായിരിക്കണം നമ്മളെ ശ്രദ്ധ. കണ്ണും കാതും കൽബും എല്ലാം അങ്ങോട്ടേക്ക് തിരിയണം. ആ രൂപത്തിലാണ് ആ ഇബാദത്ത് നിർവഹണം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ആ ജുമാ നമുക്ക് സ്വീകാര്യവും സന്തോഷവുമാകുന്നത്.
ഈ കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ മസലകൾ ഹഖ് പോലെ പഠിക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും തൗഫീഖ് നമുക്ക് നൽകട്ടെ. നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം അല്ലാഹു എല്ലാം നന്നാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.